ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിലേറ്റുമുട്ടും. UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിനെ പ്രഖ്യാപിച്ചു. PJ ജോസഫാണ് കോട്ടയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് 24നോട് പറഞ്ഞു. കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ UDFൽ ധാരണയായതോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേരള കോൺഗ്രസ് നടത്തിയത്. നിരവധി പേരുകൾ സ്ഥാനാർത്ഥി ചർച്ചയിൽ ഉയർന്നു വന്നുവെങ്കിലും അവസാനം ഫ്രാൻസിസ് ജോർജിലേക്ക് എത്തുകയായിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം കോട്ടയത്ത് PJ ജോസഫ് നടത്തി. പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനും മുൻ MPയുമായിരിക്കുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും കോട്ടയത്തെ സ്ഥാനാർത്ഥി. പാർട്ടിയും മുന്നണിയും ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആത്മാർത്ഥതയോടെ നിറവേറ്റുമെന്ന് ഫ്രാൻസിസ് ജോർജ് 24നോട് പറഞ്ഞു. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയുമെന്നാണ് ആത്മവിശ്വാസം. തോമസ് ചാഴിക്കാടന് വലിയ ഭൂരിപക്ഷം ലഭിച്ചത് UDFനൊപ്പം നിന്നപ്പോഴാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാർജിൻ കിട്ടിയത് അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴാണ്. ഇന്ന് അദ്ദേഹം LDFന്റെ സ്ഥാനാർത്ഥിയാണ്. ഇത് പരമ്പരാഗതമായി UDFന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ്. പ്രഖ്യാപനത്തിന് പിന്നാലെ മണ്ഡലത്തിൽ UDF തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. LDF സ്ഥാനാർത്ഥി പ്രമുഖരെ നേരിൽ കണ്ട് വോട്ട് തേടുന്ന തിരക്കിലാണ്. 1980 ശേഷം വീണ്ടും കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് കോട്ടയത്ത് കളമൊരുങ്ങിയിരിക്കുകയാണ്. 44 വർഷങ്ങൾക്കിപ്പുറം നടക്കുന്ന പോരാട്ടത്തിന് അതുകൊണ്ട് തന്നെ വീറും വാശിയും ഇരട്ടിയാകും. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24.